ഹായ് അസ്സലാമു അലൈക്കും. മത്ബഖ് ബൈത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് പിടിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ പൊടി വാട്ടാനായിട്ട് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് പൊടിയാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളച്ചതിലേക്ക് പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് തേങ്ങ ചിരവിയെടുക്കട്ടെ. പൊടിയൊക്കെ കുഴച്ചിട്ട് പൊടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടി ബോൾ മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നീട്ടി ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ചെറിയ കുഞ്ഞ് ബോളാക്കണം കേട്ടോ. നല്ല കുഞ്ഞ് ബോളാക്കിയിട്ടാണ് നമ്മളിത് എടുക്കുക. ഒരു പിഞ്ച് മാവ് എടുക്കുക, അത് ഉരുട്ടുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ചെറിയ ബോളാക്കിയിട്ട് എടുത്ത് പരത്തി കൊടുക്കുക. ഇതാ ഞങ്ങൾ എല്ലാവരും ഇട്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബോളൊക്കെ ശരിയാക്കി എടുക്കാം. ഇത് ഈ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് കണ്ടാൽ കുട്ടികളൊക്കെ ഉരുട്ടാൻ വരും. അപ്പോൾ കുട്ടികളും കൂടിയിട്ടാണ് ഇപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. അവർക്കൊരു ഇഷ്ടമല്ലേ മാവൊക്കെ കണ്ട ഉരുട്ടിയെടുക്കുന്നത്. ബീഫ് വെക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പീസ് കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ബീഫ് മസാലയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബീഫ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതപ്പോഴേക്കും നമ്മളെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൽ കഴിയാനായിട്ടുണ്ട്. എല്ലാവരും നല്ല പണിയിലാണ്. നമ്മളിവിടെ ഞങ്ങൾ പിടി എന്ന് പറയും, ചിലർ ഇതിന് കുഞ്ഞിപ്പത്തിരി എന്ന് പറയും. അപ്പോൾ പിടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നൊന്ന് ആവി കയറ്റി വേവിക്കണം. അതിന് നമ്മളൊരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലൊരു അരിപ്പപ്പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ആവി കയറ്റാൻ. അതിലേക്ക് നമുക്ക് ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പിടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഇതിൽ തന്നെ വേവ്, വലിയ പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ആവി കയറ്റി എടുക്കുക. ഒരു 3-4 മിനിറ്റ് മതി ആവി കയറ്റാൻ. പെട്ടെന്നാവും. നല്ല വലിയ പാത്രമാണ്, നല്ല അരിപ്പിയാണ്. അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. നമുക്കിത് മൂടിയൊക്കെ ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് വേവായി വരും. ഇതപ്പോൾ നമ്മുടെ പിടിയൊക്കെ ആവി കയറി വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വന്നിട്ടുണ്ട്. ഒട്ടി പിടിക്കണമെന്നില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ബീഫൊക്കെ നല്ല പീസിലടിച്ചിട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, വേപ്പില, ഒരു പിഞ്ച് ജീരകം, വലിയ ജീരകം കൂടി ഇട്ടിട്ട് തേങ്ങ കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല മൂക്കുന്ന വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പിടി നമ്മൾ ആവിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ബീഫ് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരട്ടെ. അപ്പം നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണിത്. നമുക്ക് നമ്മുടെ പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ബീഫ് കറിക്ക് പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായി വന്നാൽ നമ്മളെ ഇറച്ചിയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെതറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിൽ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളെ ബീഫും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.